ഹായ് ഫ്രണ്ട്സ്, ഹൈടെക് ക്ലാസ് റൂമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് വിൻഡോസ് 10ന്റെ പ്രൊഡക്റ്റ് കീ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കമാൻഡ് പ്രോംപ്റ്റിൽ ഏത് കമാൻഡ് കൊടുത്ത് ഈ പ്രൊഡക്റ്റ് കീ കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് അതിലൊരു പാത്ത്, ഒരു കമാൻഡ് എഴുതി വന്നു. നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും WMIC പാത്ത് സോഫ്റ്റ്വെയർ ലൈസൻസിങ് സർവീസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് അവിടെ എഴുതി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്താൽ മാത്രമാണ് പ്രൊഡക്റ്റ് കീ ഡിസ്പ്ലേ ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ എനിക്ക് ഈ പാത്ത് എഴുതിയെടുക്കണം. അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കോപ്പി ചെയ്യാം. അല്ല, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോയിലുള്ള കാര്യം മാത്രമല്ല, മറ്റു നമുക്ക് പഠിപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളതായ ചില വീഡിയോകൾ കാണുമ്പോൾ അതിനകത്തുള്ള ടെക്സ്റ്റ് മാറ്റേഴ്സ് എങ്ങനെയാണ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് മൈക്രോസോഫ്റ്റ് ഒരു ടൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. മൈക്രോസോഫ്റ്റിന്റെ PowerToys എന്ന് പറയുന്ന ടൂള് നമുക്ക് ഉപയോഗിച്ച് ഈ പറയുന്ന ടെക്സ്റ്റ് മാറ്റേഴ്സ് കോപ്പി ചെയ്യാം. അത് ശരിയാണോ നോക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കീ പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്യുന്നതനുസരിച്ച് മൗസ് പോയിന്റർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൗസ് പോയിന്റർ മാറി. ഇനി നമുക്ക് ഈ കണ്ടന്റ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ, വീഡിയോയ്ക്ക് അകത്ത് നിന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ കണ്ടന്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി നോട്ട് പാഡ് എടുക്കാം. ഇവിടെ നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. എഡിറ്റ് മെനുവിൽ പോയി പേസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന അതേ ടെക്സ്റ്റ് നോട്ട് പാഡിലേക്ക് എഴുതി വന്നിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ വേറൊരു ഭാഗത്തേക്കൊന്ന് മാറ്റാം. ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഞാൻ ആ കീ പ്രസ് ചെയ്യുന്നു. കീ പ്രസ് ചെയ്തപ്പോൾ മൗസ് പോയിന്റർ മാറി. എനിക്കത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. ഞാൻ ടെക്സ്റ്റ്, വീഡിയോയിൽ നിന്ന് ടെക്സ്റ്റ് കോപ്പി ചെയ്തു. വീണ്ടും നമ്മളുടെ നോട്ട് പാഡിലേക്ക് വന്നു, പേസ്റ്റ് ചെയ്യുന്നു. ശരിയാണല്ലോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ PowerToys എന്ന് പറയുന്ന പേജിലേക്ക് പോകാം. ഇതാണ് മൈക്രോസോഫ്റ്റിന്റെ PowerToys എന്ന് പറയുന്ന പേജ്. ഈ പേജിലേക്ക് വരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള റിക്വയർമെന്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ റിക്വയർമെന്റ്സ് അനുസരിച്ചുള്ള മെഷീൻ ആണെങ്കിൽ നിങ്ങൾക്ക് PowerToys ഇൻസ്റ്റാൾ ചെയ്യാം. PowerToys ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡുകളും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വിൻഡോസ് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു വിൻഡോ വരും. നമുക്ക് നോക്കാം ആ വിൻഡോ എങ്ങനെയായിരിക്കുമെന്ന്. ഇതാണ് PowerToysന്റെ ഹോം പേജ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ PowerToys ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പേജ് ആണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറേയേറെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം തൽക്കാലം ഇപ്പോൾ എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് എക്സ്ട്രാക്ടർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ വന്നു. ആദ്യം തന്നെ അത് എനേബിൾ ആണോ എന്ന് നോക്കുക. അത് എനേബിൾ ആക്കി വെക്കുക. എനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്യാൻ ആവശ്യമായ ഒരു ഷോർട്ട് കട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വിൻഡോസ് കീ, ഷിഫ്റ്റ് കീ, T കീ. ഈ 3 കീകളും ഒരുമിച്ച് പ്രസ് ചെയ്താണ് കണ്ടന്റ് കോപ്പി ചെയ്യുന്നത്. വീഡിയോയ്ക്കകത്തുള്ള കണ്ടന്റ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ കണ്ടന്റ് കോപ്പി ചെയ്തെടുത്തതെന്ന്. വിൻഡോസ് കീയും ഷിഫ്റ്റ് കീയും T കീയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തപ്പോഴാണ് കണ്ടന്റ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്ക് കിട്ടിയത്. വീണ്ടും ഞാൻ അത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നോട്ട് പാഡിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് എഡിറ്റ് എന്നുള്ള മെനുവിൽ നിന്ന് പേസ്റ്റ് ഓപ്ഷൻ കാണിച്ചത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. പഠിപ്പിക്കാനും നോട്ട്സ് തയ്യാറാക്കാനൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ടൂൾ തന്നെയാണ് മൈക്രോസോഫ്റ്റിന്റെ PowerToys എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഏവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.